Namaskaram, my dear ones. This is Nishant Raghunath here, and welcome to a new video from my lessons for income tax. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്, TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ നമ്മൾ TDS കണ്ടു, ഇനി കിടക്കുന്നത് ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, TCS. TDS പോലെ തന്നെ ഡി മാറ്റി സി ആക്കി, പക്ഷേ കഥ മൊത്തം വേറെയാ. ഇവിടെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഷാൽ ബി കളക്റ്റഡ്, മറ്റടുത്ത് ഡിഡക്റ്റഡ് എന്നായിരുന്നല്ലോ. Now here is the interesting part coming in. By a specified seller from a specified buyer of any specific goods. അതായത് say this is a specified seller selling specified goods to specified buyer. ഇയാള് specified seller ആണ്, selling specified goods to specified buyer. ഈ specified goods മാത്രമല്ല എന്നോട് കുറച്ച് സർവീസസും വരുന്നുണ്ട് കേട്ടോ, ഗുഡ്സ് ഓർ സർവീസസ് അങ്ങനെ എടുക്കട്ടെ. ഓക്കെ, നൗ ഇതിന് പ്രതിഫലമായിട്ട് ഈ വ്യക്തി ഇയാൾക്കൊരു പേയ്മെന്റ് കൊടുക്കില്ലേ? സേ ഗുഡ്സിന്റെ വാല്യൂ വരുന്നത് ഇസ് 1 lakh, ഗുഡ്സിന്റെ വാല്യൂ വരുന്നത് 1 lakh. ബട്ട് ദിസ് പേഴ്സൺ വിൽ നോട്ട് ചാർജ് ജസ്റ്റ് 1 lakh, 1 lakhന്റെ കൂടെ എക്സ്ട്രാ ടാക്സും കൂടെ മേടിക്കും. ഈ 1 lakhന്റെ ടാക്സ് എന്താണോ വരുന്നത് അതും കൂടെ മേടിക്കും. ആൻഡ് വാട്ട് ദിസ് പേഴ്സൺ വിൽ ഡു ഇസ്, ഈ പേഴ്സൺ 1 lakh കയ്യിൽ വെക്കും themselves. അത് കീപ്പ് ചെയ്താൽ they'll keep it themselves, keep. പക്ഷേ the tax that they have collected extra അത് ഗവൺമെന്റിന്, ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഡെപ്പോസിറ്റ് ചെയ്യും. സി TDSൽ എന്തായിരുന്നു കഥ? TDSലെ കഥ വാസ് there is one person, say this person is giving സർവീസോ വാട്ടർ സപ്ലൈ ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് സർവീസോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ആ ആക്ടിവിറ്റി പ്രതിഫലം സേ 1 lakh ആണെന്ന് വെക്കുക. ആ 1 lakh മൊത്തം കൊടുക്കില്ല, മറിച്ച് വാട്ട് ദിസ് പേഴ്സൺ വിൽ ഡു ഇസ്, 1 lakh ആണ് മൊത്തം പ്രതിഫലമെങ്കിൽ ഇയാൾക്ക് 90,000 കൊടുക്കും. സോ ഇമാജിൻ 1 lakh ആൻഡ് ടാക്സ് 10% ആൻഡ് 10% ഇയാൾക്ക് കൊടുക്കാണ്ട് 10,000 ഇയാളുടെ പേരിൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കും. സോ വാട്ട് ഹാപ്പൻഡ് ഹിയർ വാസ്, ഇൻകം ഏൺ ചെയ്യുന്ന ആള് ഇയാളാണ് ഇവിടെ SSC, ഇൻകം കിട്ടുന്ന ഇയാൾക്കല്ലേ, ഇയാളാണ് SSC. ഇയാളുടെ കയ്യിലേക്ക് ടാക്സ് കഴിഞ്ഞിട്ടുള്ള ഫിഗറാ വരുന്നത്. പക്ഷെ ഇവിടെ ഇൻകം ഏൺ ചെയ്യുന്ന ആൾ ഇയാൾക്കാണ് 1 ലക്ഷം കിട്ടുന്നത്, അയാൾക്ക് 1 ലക്ഷം മൊത്തം കിട്ടുന്നു, കൂടാതെ എക്സ്ട്രാ ടാക്സ് കിട്ടുന്നു, 1 lakh പ്ലസ് ടാക്സ് കിട്ടുന്നു. എന്നിട്ട് ഈ ടാക്സ് ഈ വ്യക്തി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് കേസ് അല്ലേ? ഇവിടെ വി ഹാഡ് എ ടാക്സ് ഡിഡക്ടർ, അത് ദിസ് പേഴ്സൺ വാസ് ദ ഡിഡക്ടർ, ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന ആൾ ഡിഡക്ടർ, ആൻഡ് ദിസ് വാസ് ദ ഡിഡക്ട് ചെയ്യപ്പെടുന്ന ആൾ, ആൻഡ് ഡിഡക്ടി വാസ് അവർ SSC വാസ് ഡിഡക്ടി. ഇവിടെ വി ഹാവ് എ കളക്ടർ, ടാക്സ് കളക്ടർ, എക്സ്ട്രാ ടാക്സ് കളക്ട് ചെയ്യുന്ന ആൾ ഇയാളാണ് നമ്മുടെ SSC. ആൻഡ് വി ഹാവ് എ കളക്ടി. അപ്പൊ ഈ കളക്ടർ ആരാ? ഇവിടെ സാധനം വിൽക്കുന്ന ആള്. കളക്ട് ചെയ്യാരാ? സാധനം ബൈ ചെയ്യുന്ന ആള്. ഓക്കെ, വാങ്ങിക്കുന്നവന്റെ കഷ്ടകാലം ആലോചിച്ച് നോക്കി, അവന് 1 ലക്ഷം കൊടുക്കാൻ വേണം, അതിൻ്റെ കൂടെ വേറെ ടാക്സും കൊടുക്കണം. മനസ്സിലായോ? ഇനി അത് എല്ലായ്പ്പോഴൊന്നും വേണ്ട, ഈ സ്പെസിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ സ്റ്റഡി ഇവിടെ മൊത്തം പോകാൻ പോകുന്നത് ആരാണ് ഈ സ്പെസിഫൈഡ് സെല്ലർ, എന്തൊക്കെയാണ് ഈ സ്പെസിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൻഡ് ആരൊക്കെയാണ് ഈ സ്പെസിഫൈഡ് ബയ്യേഴ്സ്, അതിന് എന്ത് റേറ്റ് ടാക്സും കൂടെ വരും. ഇത് ഈ 4 ഏരിയാസിനെയും കവർ ചെയ്യുന്ന സ്റ്റഡി ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, TDS പോലെയൊന്നുമല്ല. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് സെക്ഷൻസും കവർ ചെയ്ത് പോവാം. ഓക്കെ, എപ്പോഴാണ് ഈ TCS പിടിക്കേണ്ടത്, TCS ഗവൺമെന്റിന് കൊടുക്കണ്ടേ? അറ്റ് ദ ടൈം ഓഫ് ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ ടു ദി അക്കൗണ്ട് ഓഫ് ദ ബയർ. അതായത് ഇതിനെ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് പറയാം, ദാറ്റ് ഇസ് ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ ബൈ ദി ബയർ. അതായത് ബയറിന്റെ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത്, ബയർ നമുക്ക് തരാനുള്ള എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബയറിന്റെ അക്കൗണ്ട്. സോ ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ ടു ദി അക്കൗണ്ട് ഓഫ് ബയർ. അപ്പോൾ ഡെബിറ്റ് ഒരു കോമ ഇട്ട പ്രശ്നം തോന്നല്ലോ. ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ ടു ദി അക്കൗണ്ട് ഓഫ് ബയർ, അത് ബയറിന്റെ അക്കൗണ്ട് നമ്മൾ എന്ന് ഡെബിറ്റ് ചെയ്യുന്നുവോ, അല്ലെങ്കിൽ നമുക്ക് എന്ന് എമൗണ്ട് കിട്ടുന്നുവോ, വിച്ച് എവർ ഏർലിയർ. പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടുന്ന ടൈം, വിച്ച് എവർ ഏർലിയർ. പക്ഷേ നമ്മൾ TDS കണ്ട പോലെ ചില കേസസിൽ ഈ ഫസ്റ്റ് പോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദാറ്റ് ഇസ് ഫോർ സെക്ഷൻസ് 206 C1H, C1Fഉം C1Hനും. ഈ ഒരു സെക്ഷൻ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ 206 C1F ആൻഡ് C1H. ഈ 2 സെക്ഷൻസിനും ആപ്ലിക്കബിൾ അല്ല. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ വിച്ച് നോട്ട് ആപ്ലിക്കബിൾ ഫോർ 206 C1F ആൻഡ് 1H. നമ്മൾ കാണും കേട്ടോ എന്താണുള്ളത്. അപ്പോ
ടാക്സ് ഷാൽ ബി കളക്ടഡ് ബൈ എ സ്പെസിഫൈഡ് സെല്ലർ, അതായത് കളക്ട് ചെയ്യുന്ന ആള് ഫ്രം എ സ്പെസിഫൈഡ് ബയ്യർ, ആരുടെ നിന്നാണോ കളക്ട് ചെയ്യപ്പെടുന്നത്, ഫോർ എനി സ്പെസിഫൈഡ് ഗുഡ്സ്, ഗുഡ്സ് മാത്രമല്ല വേറെ പലതും ഇവിടെ വരും. ഓക്കെ, ഇനി സ്പെസിഫൈഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഈ പറയുന്ന ആൾക്കാരാണ് സ്പെസിഫൈഡ് സെല്ലർ. അപ്പൊ എല്ലാ കൈൻഡ്സ് ഓഫ് എസ്സീസും, ഈവൻ ഗവൺമെന്റ്, ഇൻക്ലൂസീവ് ഓഫ് ഗവൺമെന്റ്, ഇനി ഇൻഡിവിജ്വലും എച്ച്ഇഎഫ് ആണെങ്കിൽ അവരെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ സെയിൽസോ ഗ്രോസ് റെസീപ്റ്റ്സോ ടേൺ ഓവറോ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് എക്സീഡ്. ഇപ്പൊ ബിസിനസ് ആണ് അയാൾക്കെങ്കിൽ 1 കോടിയുടെ മുകളിൽ കഴിഞ്ഞ കൊല്ലം ടേൺ ഓവർ, പ്രൊഫഷൻ ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം 50 ലക്ഷത്തിന് മുകളിൽ ഗ്രോസ് റെസീപ്റ്റ്സ്. അപ്പോ എന്റെ സെല്ലർ ഒരു ബിസിനസ് ആണ്, കഴിഞ്ഞ കൊല്ലം 80 ലക്ഷമേ ടേൺ ഓവർ ഉള്ളെങ്കിൽ TCS വരില്ല. അപ്പൊ ഓൾവേസ് ചെക്ക് സെല്ലർ ആരാന്നുള്ളത്. ഇനി ഇവിടെ സ്പെസിഫൈഡ് ഗുഡ്സിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഗുഡ്സ് അല്ലാതെ വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ, അതെന്തൊക്കെയാണെന്നറിയോ? നമ്പർ 1 ഇസ് എ കേസ് വെയർ ദ സെല്ലർ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടി ഗുഡ്സ് അല്ല, പക്ഷെ ഇസ് എ പേഴ്സൺ ഹു ഗ്രാൻസ് എ ലീസ് അല്ലെങ്കിൽ ലൈസൻസ് ഓർ എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് ഓർ അതർവൈസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് എനി റൈറ്റ്. അതായത് ഒന്നില്ലെങ്കിൽ ഒരു ലീസ് അല്ലെങ്കിൽ ലൈസൻസ്, എന്തിന്? പാർക്കിംഗ് ലോട്ടിന്, ടോൾ പ്ലാസയ്ക്ക്, അല്ലെങ്കിൽ മൈനിന്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഇവിടെ ബയ്യർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ പേഴ്സൺ, എനി പേഴ്സൺ അതർ ദാൻ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അതായത് ഒരു പബ്ലിക് സെക്ടർ കമ്പനി ഒഴികെ ആർക്ക് വിറ്റാലും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സെല്ലർ സ്പെസിഫൈഡ് ആയിരിക്കണം, ബയ്യർ സ്പെസിഫൈഡ് ആയിരിക്കണം എന്ന്. ഞാനിപ്പോ ഈ ഫസ്റ്റ് പറഞ്ഞ കേസിൽ സ്പെസിഫൈഡ് സെല്ലറുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഈ കിടക്കുന്ന സ്പെസിഫൈഡ് ബയ്യറിന്റെ കേസാ. തൽക്കാലം അവിടെ ഇരിക്കട്ടെ, തൊടണ്ട. ബയ്യർ നമുക്ക് രണ്ടാമത് കാണും, ഇതല്ല എല്ലാ സെല്ലേഴ്സിനും കണ്ടിട്ട് ബയ്യറിലേക്ക് കിടക്കാം. ഇനി നെക്സ്റ്റ് വേറൊരു കൈൻഡ് ഓഫ് സെല്ലർ, എവറി പേഴ്സൺ ബീയിങ് an authorized dealer who remits money outside India under the liberalized remittance scheme of the Reserve Bank of India. അതായത് നമ്മുടെ ഇവിടെ ബാങ്കുകൾക്ക് ഇങ്ങനെ പല പല ഏജൻസിനും ഡീലേഴ്സിനും ഒരു റൈറ്റ് ഉണ്ട്, പവർ കൊടുത്തിട്ടുണ്ട് RBI. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കാശ് മേടിച്ച്, ഇപ്പൊ എനിക്കിപ്പോ അമേരിക്കയിൽ ഒരു വീട് വാങ്ങണം. ഇപ്പൊ അമേരിക്കയിൽ വീട് വാങ്ങണേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അമേരിക്കയിലേക്ക് കാശ് അയച്ചു കൊടുക്കണം. സോ ഐ ക്യാൻ ഗോ ടു ഏജന്റ് അല്ല, ഡീലർ ഓർ എ ബാങ്ക്. അവർ വഴി ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം ഉപയോഗിച്ച് എനിക്ക് അമേരിക്കയിലേക്ക് കാശ് അയക്കാം. ഇഫ് ഐ ആം കറക്റ്റ്, 2 കോടി രൂപ വരെയാണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കാശ് എനിക്ക് അയക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു ബാങ്ക് ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് വേണ്ടി എന്റെ കാശ് അമേരിക്കയിലേക്ക് അയക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് ടാക്സ് കളക്ടഡ് സോഴ്സ് വരും വെൻ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഒരു വർഷം 7 ലക്ഷത്തിന് മുകളിൽ കാശ് മേടിച്ച് അയക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ ബാങ്കാണ്, ഞാൻ ബാങ്കിന്റെ ഒരു സാരി 10 ലക്ഷം രൂപ കൊടുത്തു. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് അമേരിക്കയിലേക്ക് ഒന്ന് അയച്ചുതരാൻ. 10 ലക്ഷം 7 ലക്ഷത്തിന് മുകളിലേക്ക് പോയില്ലേ, 3 ലക്ഷം രൂപ എക്സ്ട്രാ വന്നില്ലേ? ആ 3 ലക്ഷത്തിന് മാത്രം ഈ ബാങ്ക് എന്റെ അടുത്ത് ടാക്സ് കളക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ യു ആർ എ സെല്ലർ, ആസ് എ സെല്ലർ ഓഫ് എൻ ഓവർസീസ് ടൂർ പാക്കേജ് പ്രോഗ്രാം. ഞാൻ ഒരു പാർട്ടിയുടെ അടുത്ത് പോയിട്ട് പറയണം, ഐ വോണ്ട് ഗോ ടു ടൂർ, എനിക്ക് ബാലിയിലേക്ക് പോകണം, എന്റെ വൈഫിനും എനിക്കും ബാലിയിലേക്ക് പോകണം എന്നും പറഞ്ഞ് ടൂർ പാക്കേജ് ഞങ്ങൾ എടുക്കുകയാണ്. ആ ടൂർ പാക്കേജ് എടുക്കുമ്പോൾ അവര് എനിക്കൊരു പൈസ ചാർജ് ചെയ്യില്ല, എനിക്കൊരു കംപ്ലീറ്റ് എമൗണ്ട് ചാർജ് ചെയ്യില്ല. അത് ഫ്ലൈറ്റ്, സ്റ്റേ, ഫുഡ്, ബാക്കിയുള്ള എല്ലാ കാര്യവും. അതിനാണ് ഈ ടൂർ പ്രോഗ്രാം പാക്കേജ് എന്ന് പറയുന്നത്. ചുമ്മാ ഫ്ലൈറ്റ് എടുത്ത് തരുമോ, ചുമ്മാ ഹോട്ടൽ എടുത്ത് തരുമോ, അതല്ല. സോ വെൻ ദേ ആർ പ്രൊവൈഡിങ് മീ ദിസ് ടൂർ പാക്കേജ് പ്രോഗ്രാം, അവരെനിക്കൊരു പേയ്മെന്റ് പറയുകയും ചെയ്യും. ആ പേയ്മെന്റിന്റെ പുറത്ത് ഒരു TCSഉം പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ആൾക്കാര് ഷാൽ കളക്ട് ഫ്രം ദ ബയ്യർ അറ്റ് ദ ടൈം ഓഫ് ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ ബൈ ദ ബയ്യർ. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, ഡെബിറ്റിംഗ് ദി എമൗണ്ട് പേയബിൾ ബൈ ദ ബയ്യർ ഓർ ഓൺ റിസീപ്റ്റ് ഓഫ് സച്ച് എമൗണ്ട് ഫ്രം ദ ബയ്യർ വിച്ച് എവർ ഇസ് ഏർലിയർ. പക്ഷെ ഓർക്കുക, ഡെബിറ്റിംഗ് ദി എമൗണ്ട് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ 206, 1F and 1H. 1F and 1H ആപ്ലിക്കബിൾ അല്ല. ഇനി നമുക്ക് ആരാ സ്പെസിഫൈഡ് ബയർ നോക്കാം. സ്പെസിഫൈഡ് ബയർ മീൻസ് എനി പേഴ്സൺ ഹു ഒബ്റ്റെയിൻസ് ഇൻ എനി സെയിൽ സ്പെസിഫൈഡ് ഗുഡ്സ് or right to receive such goods, but ഒന്നിലെ ഗുഡ്സ് കിട്ടുന്നില്ല, ഗുഡ്സിന്റെ റൈറ്റ് കിട്ടുന്നു. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരില്ല. ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ കമ്പനി, എംബസി, ഹൈ കമ്മീഷൻ, കോൺസുലേറ്റ് ആൻഡ് ട്രേഡ് റെപ്രസെന്റേഷൻ ഓഫ് ഫോറിൻ സ്റ്റേറ്റ്, ക്ലബ്ബ്. ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ക്ലബ്ബും മ്യൂസിക് ക്ലബ്ബും അല്ല, മറിച്ച് നമ്മുടെ ലയൺസ് ക്ലബ്ബ് അങ്ങനത്തെ ക്ലബ്ബില്ല. അതായത് മറ്റേ കോൺസെപ്റ്റ് ഓഫ് മ്യൂച്വാലിറ്റിയിൽ റൺ ചെയ്യുന്നത്, മെമ്പേഴ്സിന് വേണ്ടി മെമ്പേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുത്ത ക്ലബ്ബ്, കാശിലും ബിസിനസ് വെക്കാനില്ല. ഓർ റീറ്റെയിൽ ബയേഴ്സിന് ഇത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പൊ ഞാനിത് എന്റെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ടാണ് ഒരു ഗുഡ്സ് വാങ്ങുന്നതെങ്കിലും, ഫോർ എക്സാമ്പിൾ ചിന്തിച്ചു നോക്ക്, ഞാനൊരു സ്ഥലത്ത് പോയി, ഞാനാണ് ബയർ, ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സെല്ലറിന് സാധനം മേടിച്ചേ. യെസ്, അങ്ങനെയെങ്കിൽ എന്റെ അടുത്ത് പറയാ അതിനു വേണ്ടി 1 ലക്ഷം അതിന്റെ കൂടെ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകണം. അപ്പൊ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനത്തിന് കൊണ്ടുപോകാൻ ടാക്സ് അടയ്ക്കുന്ന സാർ എങ്ങനെ ശരിയാകും?
ഇപ്പൊ ഞാൻ ഫോർ സിമ്പിൾ കേസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിലൊരു മെയിൻ ഐറ്റം കണ്ടോ, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതായത് മദ്യം. ഞാൻ മദ്യം വാങ്ങുമ്പോൾ അതിനനുസരിച്ച് പ്ലേ ദി എമൗണ്ട്, അതിനുള്ള ടാക്സും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലാന്ന് ഗവൺമെന്റ് പറയുന്നത്. ഞാൻ പേഴ്സണൽ കൺസംഷൻ അല്ല മേടിക്കാൻ. പക്ഷെ പേഴ്സണൽ കൺസംഷൻ അല്ല മേടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ടാക്സ് വരും. മനസ്സിലായോ? യെസ്. അപ്പോ ഒന്നോർക്കുക, സ്പെസിഫൈഡ് സെല്ലർ ആരാന്ന് നമ്മൾ കണ്ടല്ലോ. സ്പെസിഫൈഡ് സെല്ലർ നമ്മൾ ആരാന്നുണ്ട്, ഈ പറഞ്ഞ ആൾക്കാർ ഹൂ സെല്ലിംഗ് എനി സ്പെസിഫൈഡ് ഗുഡ്സ്. അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്നത് എന്തിനാ? പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, മൈൻസ്. ആ പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, മൈൻസ് അതിന്റെ ലീസ് കൊടുക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഈ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, എനിക്ക് അമേരിക്കയിലേക്ക് കാശ് അയക്കണം, അല്ലെങ്കിൽ എനിക്ക് ടൂർ പാക്കേജ് പ്രോഗ്രാമിന് പോകണം. ഇപ്പൊ ഇവരാണ് സ്പെസിഫൈഡ് സെല്ലേഴ്സ്. സ്പെസിഫൈഡ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ പറയുന്നത് എനി പേഴ്സൺ അതർ ദാൻ ദിസ്, ഈ പറഞ്ഞ ആൾക്കാരല്ലാതെ ഏതാളും ആകാം. പക്ഷെ ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടോ, ഇതിന് ഓരോരോ സെക്ഷനായിട്ട് കിടക്കുന്നുണ്ട്. ചില കേസുകൾ ഉദാഹരണത്തിന് ഇവിടെ സ്പെസിഫൈഡ് ബയർ മാറും, അങ്ങനെ ഓരോ സ്ഥലത്ത് സ്പെസിഫൈഡ് ബയർ ചെറിയ ചെറിയ ചേഞ്ച് വരും ചില കേസുകളിൽ മാത്രം. അത് ഞാൻ അടിയിൽ നോട്ട്സ് ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബേസിക് ആയിട്ട് സംഗതി മനസ്സിലായില്ലേ? യെസ്. എന്താണ് സ്പെസിഫൈഡ് സെല്ലർ, എന്താണ് സ്പെസിഫൈഡ് ബയർ എന്നുള്ളത് മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് ഈ സ്പെസിഫൈഡ് ഗുഡ്സ് ഓർ സർവീസസ് എന്തൊക്കെയാണ്, അതിന് വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പൊതുവേ വരുന്ന കേസാണ് 206C1. ഇവിടെ പറയുന്നത്, ഓക്കെ അത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം പറ്റും, പുറത്ത് ഹൈലൈറ്റ് ചെയ്യാം. 206C1 ഇവിടെ പറയുന്നത് ഇഫ് ദ ഗുഡ്സ് ആർ ഒന്നില്ലെങ്കിൽ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ടെൻഡു ലീവ്സ് അത് പുകയില, ടിംബർ അതായത് മരം, തടി, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് അതർ ദാൻ ടെൻഡു ലീവ്സ് ഓർ ടിംബർ, സ്ക്രാപ്പ്, സ്പെസിഫൈഡ്, ഓക്കെ സ്പെസിഫൈഡ് മിനറൽസ്, അത് കോള്, ലിഗ്നൈറ്റ് അങ്ങനെ മിനറൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ സെക്ഷൻ 206C1 ആണ് വരുന്നത്. അതിന് വരുന്ന TCS റേറ്റ്സ് ഇതാണ്. ഓക്കെ, അപ്പൊ ഓർക്കേണ്ടത് അറിയോ, 206(1)ൽ 1% ആണ് ജനറലി വരിക. കാട്ടി എന്നുള്ള സാധനത്തിന് മാത്രം വേറെ റേറ്റ് വരും. കാട്ടി എന്നുള്ള പുകയില അല്ലാത്ത ഐറ്റം ആണെങ്കിൽ 2.5%, പുകയിലയാണെങ്കിൽ 5%, പുകയിലയാണെങ്കിൽ 5%. പൊതുവെ 1%, കാട്ടിൽ നിന്നുള്ള സാധനത്തിന് 2.5%, കാട്ടിൽ നിന്ന് പുകയിലയാണോ 5%. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് 206C1C. ഇവിടെ എന്താ? ലീസിംഗ് ഓർ ലൈസൻസിങ് ഓഫ് പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, മൈനിങ് ആൻഡ് ക്വാറിങ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ? യെസ്. അതിന് TCS വരുന്നത് 2%. പക്ഷെ ഞാനൊരു #ടാഗ് ഇട്ടിട്ടുണ്ട്. എന്ത് #ടാഗ് ഇട്ടേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ബയ്യർ, ഒരു സ്പെസിഫൈഡ് ബയ്യർ ഒരു പ്രത്യേക ഒരാളാ. ആരാ? ഇസ് എനി പേഴ്സൺ അതർ ദാൻ എ PSU. നമ്മൾ നേരത്തെ കണ്ട എന്താ? സ്പെസിഫൈഡ് ബയ്യർ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ അതർ ദാൻ ഈ പറഞ്ഞ ആൾക്കാരെന്നല്ലേ. പക്ഷെ 206(1)(c)ക്ക് എനി പേഴ്സൺ അതർ ദാൻ പബ്ലിക് സെക്ടർ കമ്പനി ഇവ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അതായത് ടോൾ പ്ലാസയുടെയോ മൈനിങ്ങിന്റെയോ ലൈസൻസിന്റെ കാര്യം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുവരും? TCS വരും. പബ്ലിക് സെക്ടർ കമ്പനി ഒഴികെ ഏത് ബയ്യറോ ആയിക്കോട്ടെ TCS വരുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പബ്ലിക് സെക്ടർ കമ്പനി മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. സോ എനി പേഴ്സൺ അതർ ദാൻ പബ്ലിക് സെക്ടർ കമ്പനീസ് സ്പെസിഫൈഡ് ബയ്യർ. പക്ഷെ ഈ കേസിനാണെങ്കിലോ 206(1)(c)ക്കാണെങ്കിലോ ഇവരെല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട്, ഇവരെല്ലാവരും. ഓക്കെ, അപ്പോ ടെൻഡു ലീവ്സ് പബ്ലിക് സെക്ടർ കമ്പനിക്കാണ് വിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലബിനാ വിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനാ വിൽക്കുന്നെങ്കിൽ ഒരിക്കലും വരില്ല. ഓക്കെ, ഇപ്പൊ പേഴ്സണൽ കൺസംഷൻ ആണ് വിൽക്കുന്നെങ്കിൽ ആൽക്കഹോളൊക്കെ പേഴ്സണൽ കൺസംഷൻ വരില്ല. പക്ഷെ അതേസമയം ഈ ലീസിംഗ് ഓർ ലൈസൻസിങ് പബ്ലിക് സെക്ടർ കമ്പനിക്ക് വിറ്റാൽ മാത്രമേ വരാതിരിക്കൂ. ഇനി നെക്സ്റ്റ് മോട്ടോർ വെഹിക്കിൾ. 10 ലക്ഷം രൂപയുടെ മുകളിൽ വാല്യൂ വരുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ, ഒരു ബെൻസ് കാറ്, അതിന് TCS വരും. ബെൻസ് കാറ് കോസ്റ്റിംഗ് ഒരു 50 lakh rupees, തീർച്ചയായിട്ടും TCS വരും. പക്ഷെ അവിടെ നോട്ട് 1 എഴുതില്ല. എന്താ നമുക്ക് നോക്കാം. ബയർ ഓഫ് മോട്ടോർ വെഹിക്കിളിൽ ഇന്ന ആൾക്കാർ വരാൻ പാടില്ല, പബ്ലിക് സെക്ടർ കമ്പനി വരാൻ പാടില്ല, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, എംബസി, ഹൈ കമ്മീഷൻ, നമ്മൾ നേരത്തെ കണ്ടത് ഈ ആൾക്കാർ ആരും വരാൻ പാടില്ല. ഈ ഗവൺമെന്റ് വരാൻ പാടില്ല, പബ്ലിക് സെക്ടർ, എംബസി, ഹൈ കമ്മീഷൻ അവർ ആരും വരാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ക്ലബ്സിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ക്ലബ്സും പേഴ്സണൽ കൺസംഷനും മാത്രം കൊണ്ടുവന്നിട്ടില്ല, ബാക്കി എല്ലാവരെയും കൊണ്ടുവന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം പബ്ലിക് സെക്ടർ കമ്പനി നമ്മൾ നേരത്തെ കണ്ടല്ലോ തന്നെ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, എംബസി, ഹൈ കമ്മീഷൻ, കോൺസുലേറ്റ്, ലെഗേഷൻ, ട്രേഡ് റെപ്രസെന്റേഷൻ, ലോക്കൽ അതോറിറ്റി, അവരെല്ലാവരും വന്നു. അപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്ത് മെമ്പറോ അവരാരെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റോ ആരെങ്കിലും ഒരു ബെഞ്ച് മേടിച്ചാൽ അവർക്ക് TCS വരില്ല. പക്ഷെ നമ്മൾ മേടിച്ചാൽ വരും. ഇനി എപ്പോഴും ഓർക്കുക, TCS is applicable only in case of retail level. അതായത് മെർസിഡീസ് ബെൻസ് കമ്പനി അവരുടെ ഡീലറിന് ബെൻസ് കാർ അയച്ചു കൊടുത്തു, അപ്പൊ ഡീലർ കാശ് കൊടുത്ത കാർ മേടിക്കുക, അവിടെ TCS വരില്ല. പക്ഷെ നമ്മളത് മേടിക്കുമ്പോൾ, റീറ്റെയിൽ യൂസിനായിട്ട് മേടിക്കുമ്പോൾ, പേഴ്സണലി റീറ്റെയിൽ യൂസിന് മേടിക്കുമ്പോൾ TCS വരും. ഓക്കെ, ആൻഡ് ലിമിറ്റ് ഓഫ് 10 lakhs is to be checked on individual sale. അതായത് ഞാൻ ആദ്യം മാരുതി സുസുക്കിയുടെ ഷോറൂമിൽ പോയി ഒരു സ്വിഫ്റ്റ് മേടിച്ചു, 7 ലക്ഷം രൂപ, TCS വരില്ല. 10 ലക്ഷത്തിന് താഴെയുള്ള കാറില്ല. രണ്ടാമതൊരു കാർ അതേ കൊല്ലം മേടിച്ചു, 7 ലക്ഷം രൂപ, മൊത്തം 14 ലക്ഷം വന്നല്ലോ.
10 ലക്ഷത്തിന് മുകളിൽ പോയാലോ TCS വരുമോ? ഇല്ല. കാരണം TCS വരണമെങ്കിൽ ഓരോ കാറിന്റെയും സെയിൽ 10 ലക്ഷത്തിന് മുകളിൽ പോകണം. ക്ലിയർ? ഇനി ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ്, TCS അപ്ലൈഡ് ഓൺ ദി എമൗണ്ട് പെയ്ഡ് ബൈ ദ ഡീലർ ഇൻക്ലൂഡിംഗ് ലക്ഷറി ടാക്സ് ആൻഡ് GST. ഞാനൊരു ബെൻസ് മേടിച്ചു 50 ലക്ഷം രൂപ, അതിന്റെ ലക്ഷറി ടാക്സ് വന്നു 5 ലക്ഷം രൂപ, GST 28% വന്നു. എനിക്ക് GST പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ GST ഒരു 15 ലക്ഷം ആണെന്ന്. തൽക്കാലം GST 15 ലക്ഷം ആക്കാം. അപ്പൊ 70 ലക്ഷം അല്ലേ മൊത്തം തന്നെ. കാറിന്റെ ബേസ് പ്രൈസ്, ലക്ഷറി ടാക്സ്, GST ഇതെല്ലാം കൂടെ 70 ലക്ഷം അല്ലേ. ഇതിന്റെ പുറത്താണ് 1% TCS വരുന്നത്. മനസ്സിലായോ? യെസ്. ഒന്നോർക്കുക, ഇവിടെ GST വന്നു, ലക്ഷറി ടാക്സ് വന്നു, റോഡ് ടാക്സ് വരും ഇല്ല. കാരണം റോഡ് ടാക്സ് നമ്മുടെ സെല്ലർ ചാർജ് ചെയ്യണമല്ല, RTO ചാർജ് ചെയ്യണതാണ്. സെല്ലർ ചാർജ് ചെയ്യണ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഉള്ളതിനാണ് TCS വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എന്റെ ആവശ്യത്തിന്റെ ബെൻസ് മേടിച്ചാൽ TCS വരും. ക്ലിയർ? സംഗതി ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് 206. അതിനുമുമ്പ് ഞാൻ ഈ 206(1)(c) വരുന്ന കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. 206(1)(c) എന്താ പറയാന്നറിയോ? ഇനി ഇൻ കേസ് ഞാൻ ഇതെല്ലാം മേടിച്ചു, എനിക്ക് TCS വരേണ്ടതാണ്, ഇതൊക്കെ മേടിച്ചു, എനിക്ക് TCS വരേണ്ടതാണ്. പക്ഷെ ഞാനത് ഫെർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി, അത് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിന് വേണ്ടി, പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, നിർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പവർ ജനറേഷന് വേണ്ടി ആണ് ഞാൻ ഈ പർട്ടിക്കുലർ ഗുഡ്സ് വാങ്ങിച്ചെങ്കിൽ എനിക്ക് TCS വരില്ല. അപ്പൊ ഞാൻ കുറച്ച് സ്പെസിഫൈഡ് മിനറൽസ് മേടിച്ചു, പവർ ജനറേഷൻ ആയിരുന്നില്ല എനിക്ക് TCS വന്നാനേ. പവർ ജനറേഷൻ ആയ കാരണം TCS ഒരിക്കലും വരില്ല. ഇനി എനിക്ക് കഴിഞ്ഞല്ലോ, ഞാൻ ബയ്യറാണല്ലോ, എനിക്ക് കഴിഞ്ഞല്ലോ 10 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ട്. 10 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ട്. അപ്പൊ 10 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരാള് 50 ലക്ഷം രൂപയുടെ മുകളിൽ ഒരു സാധനം മേടിച്ചു. 50 ലക്ഷം രൂപയുടെ മുകളിൽ ഞാൻ ടിമ്പർ മേടിക്കുന്നു. അപ്പൊ എനിക്ക് കഴിഞ്ഞാലും 10 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ട്, 75 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ ടിമ്പർ മേടിക്കുന്നു. എന്ത് സംഭവിക്കും? 194Q വരും, TDSും വരും എനിക്ക്. മനസ്സിലായോ? ഞാൻ എന്റെ സെല്ലർക്ക് കാശ് കൊടുക്കുമ്പോൾ TDS ഡിഡക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. TDS അണ്ടർ 194Q വരും. 194Q കണ്ടതല്ലേ? യെസ്. ക്ലിയർ? പിന്നെ ഈ സ്ക്രാപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, ഈ സ്ക്രാപ്പ് എന്ന് പറയുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനം, അത് കംപ്ലീറ്റ്ലി ഡാമേജ് ആയി വേസ്റ്റ് ആയിട്ടുള്ള സാധനം. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഈ സ്പെഷ്യൽ പോയിന്റ് പറയാൻ കാരണം എന്താ അറിയോ? ഒരു കേസ് ഉണ്ടായി, അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കിട്ടി. പ്രിയാം ബ്ലൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗുജറാത്തിലുണ്ടായ കേസാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് എൻ അസസി എൻഗേജ്ഡ് ഇൻ ഷിപ്പ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി. അപ്പൊ ഇവിടെ അസസിയുടെ പരിപാടി ഷിപ്പ് പൊളിച്ചു പണിയല്ല, ഷിപ്പ് പൊളിച്ചിട്ട് അതിലുള്ള സാധനങ്ങൾ വിൽക്കല. ഈ ഷിപ്പ് പൊളിക്കുമ്പോൾ പല സാധനങ്ങൾ നമുക്ക് കിട്ടും, AC, ഫ്രിഡ്ജ്, അങ്ങനെ പലതൊക്കെ കിട്ടും. അതിനൊക്കെ സ്ക്രാപ്പ് ആയിട്ടാണ് വിൽക്കണേ. ആ പൊളിക്കുന്ന ആൾ ഇപ്പൊ എനിക്ക് ഷിപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് പൊളിച്ചിട്ട് ഓരോന്നോരോന്ന് വിൽക്കണോ. ഈ AC, ഫ്രിഡ്ജ്, ചിലപ്പോൾ പ്ലേറ്റ്, കുറെ കുക്കറി വെയർ, അങ്ങനെ സാധനം, അതൊന്നും സത്യം പറഞ്ഞാൽ സ്ക്രാപ്പ് അല്ല. കാരണം അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാലോ. വിൽക്കുന്ന സാധനം അങ്ങനെ അങ്ങോട്ട് റീയൂസബിൾ അല്ലെങ്കിലാണ്, അത് പ്രോപ്പർലി യൂസബിൾ അല്ലെങ്കിൽ ആ സ്ക്രാപ്പ് ആവുന്നത്. ഇപ്പൊ ഷിപ്പ് പൊളിച്ചാലും കുറെ മെറ്റൽ കഷ്ണങ്ങൾ, അത് സ്ക്രാപ്പാ. പക്ഷെ അതിലുള്ള AC, ഫ്രിഡ്ജ്, അങ്ങനെ TV ഒക്കെ ഉണ്ടാവും അതിനകത്തുള്ളത്, അതൊന്നും സ്ക്രാപ്പ് ആവൂല. ഓക്കെ, ദേ ആർ നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സ്ക്രാപ്പ്. ഓക്കെ, ഈവൻ ദോ അതിനെ സ്ക്രാപ്പ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ അതാണ് 206(1) കുറിച്ച് പറയാനുള്ളത്. ഇത് 1G, റെമിറ്റൻസ് അണ്ടർ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം ഓഫ് RBI, ഓറല്ല ഓഫ് RBI, ഓഫ് RBI. കറക്റ്റ് ദിസ്, ഓഫ് RBI, ക്യാപിറ്റൽ ഓഫ് RBI. ഇവിടെ എന്താ സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ പുറത്തേക്ക് കാശ് അയച്ചു കൊടുക്കുന്നു. കാശ് അയച്ചു കൊടുക്കുന്ന എഡ്യൂക്കേഷനോ ഹെൽത്ത് കെയറിനോ ആണെങ്കിൽ, അത് ഞാൻ പുറത്തേക്കുള്ള പഠനത്തിനോ അല്ലെങ്കിൽ പുറത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാശ് അയക്കുന്നെങ്കിൽ, അത് അവിടെ ടിക്കറ്റ് എടുക്കാനാവാം, അങ്ങോട്ട് പോകാനാവാം, അങ്ങോട്ട് പോയി താമസത്തിന്റെ എല്ലാവാം, 5% TCS വരും. ഇൻ കേസ് ഞാൻ അയക്കുന്ന 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ വേറെ വല്ല പർപ്പസിനോട് അവിടെ വീട് വെക്കാൻ, അങ്ങനെ അതിന് വല്ലതാണ് ഞാൻ കാശ് അയക്കുന്നെങ്കിലോ 5% വരും. ഇൻ എക്സസ് ഓഫ് 7 lakhs, 7 ലക്ഷത്തിന് മുകളിൽ പോയാൽ 7 lakhs വരും. ഒരു 20 സ്റ്റാർ ഇട്ടുണ്ടോ? അതെന്താ അറിയോ? അത് കഴിഞ്ഞ മുതൽ അമെന്റ്മെന്റാ, വിത്ത് എഫക്ട് ഫ്രം 1/10/2023. ഒക്ടോബറിന് ശേഷമാണ് ഞാൻ കാശ് അയക്കുന്നതെങ്കിൽ 7 ലക്ഷത്തിന് മുകളിൽ പോയാൽ 5% ഇപ്പൊ വീട് വെക്കാനായിട്ട് ഞാൻ 15 ലക്ഷം അയച്ചു, വീട് വെക്കാനായിട്ട് 15 ലക്ഷം ഞാൻ അയച്ചു, 15 ലക്ഷം അയച്ചു. ഈ 15 ലക്ഷം അയച്ചത് സേസ് ഓൺ ഡിസംബറിൽ അയച്ചത്. അങ്ങനെയെങ്കിൽ 7 ലക്ഷത്തിന് മുകളിൽ എത്രയുണ്ട് ഇവിടെ? 7 ലക്ഷത്തിന് മുകളിൽ എത്രയുണ്ട്? 8 ലക്ഷം ഞാൻ അയച്ചു. ഈ 8 ലക്ഷത്തിന് 5% അല്ല വരിക, 20% വരും. TCS 20% വരും. മനസ്സിലായോ? യെസ്. ഇനി ഇവിടെ നോട്ട് 2 പറഞ്ഞിട്ട് നമുക്ക് ആ നോട്ട് 2 എന്താ നോക്കാം. സിമ്പിൾ ആണ്, ഒന്നും ഒറ്റ പോയിന്റ്. അത് ഞാനിപ്പോൾ പുറത്തേക്ക് LRS വഴി കാശ് അയക്കുന്നത് എഡ്യൂക്കേഷണൽ ലോണിന് വേണ്ടിയിട്ടാണ് ഇരിക്കുക. ഞാൻ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തു, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പുറത്തേക്ക് കാശ് അയക്കുന്നത്. സെക്ഷൻ 80E പ്രകാരമാണ് കാശ് അയക്കണേ. അങ്ങനെയെങ്കിൽ എന്റെ TCS 5% ആയിരിക്കില്ല, 0.5% ആയിരിക്കും. അപ്പൊ സെക്ഷൻ 80E പറയുന്ന എഡ്യൂക്കേഷണൽ ലോണിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാശ് പുറത്തേക്ക് അയക്കുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും 5% TCS വരില്ല. കാരണം അതിന്റെ അർത്ഥം ഞാൻ ലോണൊക്കെ എടുത്ത് പഠിക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല. ലോൺ എടുത്തിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് പോയതാ. അപ്പൊ 5% ടാക്സ് അടയ്ക്കേണ്ട TCS ആയിട്ട് 0.5% അടച്ചാൽ മതി. ഓക്കെ,
ക്ലിയർ? യെസ്. ഇനി ഒരു മേജർ ഹൈലൈറ്റ് എന്താ അറിയോ? ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് LRS. ഇവിടെ പറഞ്ഞേക്കണുണ്ടോ, ബീങ് an authorized dealer who remits money outside India under the liberalized remittance scheme of the Reserve Bank only for the aggregate amount. സേ ഞാൻ എഡ്യൂക്കേഷന്റെ പർപ്പസിന് 5 ലക്ഷം അയച്ചു, ഓക്കെ, ഹെൽത്ത് കെയറിന്റെ പർപ്പസിന് 5 ലക്ഷം അയച്ചു, വീട് വെക്കാൻ ഒരു 12 ലക്ഷം അയച്ചു, ഓക്കെ. ഇതെല്ലാം ഒക്ടോബറിന് മുമ്പാന്ന് ആയിരിക്കും. അതായത് 20% വരുന്ന കേസ് അല്ല, ഇതിന് മുമ്പാന്ന് വെക്കും. ഇതിന് മുമ്പ് 20% വന്നില്ല, തൽക്കാലം അത് വിടും. എങ്ങനെയാണ് 7 ലക്ഷം ലിമിറ്റ് അടിക്കുക? ഇപ്പൊ ഇത് എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും, ഇത് അതറും അല്ലെ. അപ്പൊ ഇത് 7 ലക്ഷത്തിന് പുറത്ത് 3 ലക്ഷം പോയി. അപ്പൊ തീർച്ചയായിട്ടും 5% വരണം, 5% വരണം. ഈ 12നും ഒരു 7 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷം നോക്കിയിട്ട് അതിന് 5%? അല്ല, അങ്ങനെയല്ല. ഒരാൾക്ക് ഒരു കൊല്ലം വരുന്ന ലിമിറ്റാണ് 7 ലക്ഷം. ഇയാളിപ്പോ ഇവിടെ തന്നെ 7 ലക്ഷം കടന്ന് 3 ലക്ഷം എക്സ്ട്രാ പോയി. അപ്പൊ ഈ 12 ലക്ഷം മൊത്തത്തിന് തന്നെ 5% വരും. ഇനി ഇൻ കേസ് ഈ 12 ലക്ഷത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഈ 12 ലക്ഷത്തിൽ ഞാൻ 12 ലക്ഷം നോക്കിയപ്പോ 8 ലക്ഷം ജൂണിലും 4 ലക്ഷം ഡിസംബറിലും അയച്ചേ. അങ്ങനെയെങ്കിൽ 12 ലക്ഷത്തിന് എങ്ങനെ വരും? 8 ലക്ഷത്തിന് 5% വരും. 4 ലക്ഷം ഡിസംബറിലെ അയച്ച അതിന് 20% വരും. കാരണം ഒക്ടോബറിന് ശേഷം അയച്ച, ഡിസംബറിൽ അയച്ച. മനസ്സിലായോ? അപ്പൊ ഒരു കൊല്ലം 7 ലക്ഷം എന്നുള്ള മൊത്തം ലിമിറ്റ് എനിക്ക് പുറത്തേക്ക് അയക്കാൻ. അത് എഡ്യൂക്കേഷന് വേണ്ടിയാവാം, ഹെൽത്ത് കെയറിന് വേണ്ടിയാവാം, വേറെ വല്ല പർപ്പസിനാവും. അങ്ങനെ എല്ലാത്തിനും കൂടെയാണ് 7 ലക്ഷം എന്നുള്ള ലിമിറ്റ്. അതാണ് അഗ്രിഗേറ്റ്, എല്ലാത്തിനും കൂടെ കൂടിയിട്ടാണ് 7 ലക്ഷം. ഓക്കെ, യെസ്. ഇപ്പൊ രണ്ടായി കാണരുത് നിങ്ങളത്. ഇനി ഓവർസീസ് ടൂർ പാക്കേജ് പ്രോഗ്രാം. എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് ട്രിപ്പ് പോകണം. ട്രിപ്പ് പോയിട്ട് തോമസ് കുക്കോ, മേക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ പിക്കോ ട്രെയിലോ അവരുടെ അടുത്തൊക്കെ ഞാൻ പോയി എനിക്ക് ട്രിപ്പ് പാക്കേജ് റെഡിയാക്കി തന്നു. 7 ലക്ഷം വരെയുള്ള ട്രിപ്പ് പാക്കേജ് ആണെങ്കിൽ 5%. ഇനി ഇതേപോലെ തന്നെ 1, 10, 20, 23 തൊട്ട് 5%-നെ ഇവിടുന്ന് 5%-നെ ചെറിയൊരു ചേഞ്ച് വരുത്തി. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷം വരെ ഉള്ളതിന് 5%, 7 ലക്ഷത്തിന് മുകളിൽ പോയാൽ 20%. 7 ലക്ഷത്തിന് മുകളിലുള്ള ടൂറാണെങ്കിൽ 20%. മനസ്സിലായോ? അപ്പൊ എനിക്ക് ടൂർ പാക്കേജ് പോകണമായിരുന്നു. ഞാൻ ടൂർ പോയത് ഫസ്റ്റ് ഏപ്രിൽ 2020, 11th ഏപ്രിൽ 2023 നോക്കി. എനിക്ക് മൊത്തം 11 ലക്ഷം രൂപ ചെലവായി. അങ്ങനെയെങ്കിൽ ഇത് ഈ അമെന്റ്മെന്റിന് മുമ്പുള്ള 20% വരുന്നതിന് മുമ്പാണല്ലോ. ഇപ്പൊ 5%, ഈ 5% അപ് ടു 7 ലാക്സിനോട് ആവശ്യമില്ല. 5% ഓഫ് സെയിൽ വാല്യൂ അങ്ങനെ വരണ്ട കേട്ടോ. 15 ലക്ഷത്തിന്റെ 5% വരും. ഇതിന് 5% വരും. ഞാൻ ടൂർ പോയത് ഇസ് ഓൺ 11/10/2024 ആൻഡ് എന്റെ ടൂറിന്റെ വാല്യൂ വന്നത് 6 lakhs. അപ്പൊ 11/10/2024 ദീപ പീരീഡ് 6 ലക്ഷമാണെങ്കിൽ അതിനറിയാം 7 ലക്ഷം വരെ 5% വരുള്ളൂ. 5%. അത് 16 ലക്ഷത്തിന്റെ ടൂർ ആയിരുന്നെങ്കിലോ 7 ലക്ഷത്തിന് മുകളിൽ പോയില്ലേ? 7 ലക്ഷത്തിന് മുകളിൽ പോയില്ലേ? അപ്പോൾ 20% വരും. അതായത് 7 ലക്ഷത്തിന് മുകളിൽ പോയ ഫിഗറിന് 20% വരും. ക്ലിയർ? സിമ്പിൾ അല്ലേ? യെസ്. ആൻഡ് ഇനി നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് കിടക്കുകയാണ്. 206(1)(h). അവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ്. അത് ഇതുവരെ പറഞ്ഞ 206(1)ലോ 1Fലോ 1Gലോ പറഞ്ഞതല്ല. അത് 1 പറഞ്ഞതല്ല, ഇതല്ല. ഇത് ഗുഡ്സ് ആണല്ലോ. 1F പറഞ്ഞതല്ല, ഇത് ഗുഡ്സ് ആണല്ലോ. 1G പറഞ്ഞതല്ല, ഗുഡ്സ് ആണല്ലോ. ഇത് ഗുഡ്സ് അല്ല, ഇതിൽ റൈറ്റ് അല്ലേ കൊടുക്കണേ. അപ്പൊ അതിൽ പറയാത്ത വേറെ വല്ല ഗുഡ്സ് ആണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ ആൻഡ് സെല്ലർ ഹാസ് എ ടേൺ ഓവർ മോർ ദാൻ 10 crores. സെല്ലറിന് 10 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ എന്ത് നിങ്ങൾ വിറ്റാലും ശരി 0.1% ഓഫ് ദ കൺസിഡറേഷൻ എക്സീഡിംഗ് ₹50 lakhs, 50 ലക്ഷത്തിന്റെ മുകളിലാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ അതിന്റെ 0.1% TCS പിടിക്കണം. അപ്പൊ ഞാൻ ഒരു സാധനം വിൽക്കാൻ, ഈ കഴിഞ്ഞ 25 കോടി വരുമാനമുണ്ട്, 25 കോടി ടേൺ ഓവർ ഉണ്ട് കഴിഞ്ഞ കൊല്ലം. ഞാൻ ഇക്കൊല്ലം ഒരു സാധനം വിറ്റു 75 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ 50 ലക്ഷത്തിന് മുകളിൽ എത്ര വന്നു? 25 ലക്ഷം ഞാൻ പിടിച്ചില്ലേ? 75 കേട്ടോ. അപ്പൊ 50ന്റെ മുകളിൽ 25 ലക്ഷം പിടിച്ചില്ലേ? ഇതിന്റെ ഒരു 0.1% TCS ആയിട്ട് ഞാൻ എക്സ്ട്രാ മേടിക്കണം. ഇവിടെ നോട്ട് ചെയ്യണ്ടല്ലോ. നമുക്ക് നോട്ട് എന്താ നോക്കാം. നോട്ടിൽ എന്താ പറയുന്നത്? സ്പെഷ്യൽ പോയിന്റ്സ് ഫോർ T206(1)(h). ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ബയ്യേഴ്സ്. ഈ പറയുന്ന ബയ്യേഴ്സ് ആണെങ്കിൽ അത് വരില്ല. ആരൊക്കെ? CG, SG, എംബസി, ഹൈ കമ്മീഷൻ, കോൺസുലേറ്റ്, അവർക്കൊന്നും വരില്ല. അതായത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, എംബസി, കോൺസുലേറ്റ്, ട്രേഡ് റെപ്രസെന്റേഷൻ, ലോക്കൽ അതോറിറ്റി ആൻഡ് ഫൈനലി ഒരു സ്പെഷ്യൽ ആള് ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ. ഞാനിപ്പോൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുക. അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ സെല്ലറിന് കഴിഞ്ഞ 25 കോടി സാധനം ടേൺ ഓവർ ഉണ്ട്. അയാളുടെ ഞാൻ സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ TCS ഇവിടെ വരില്ല. ഓക്കെ. അപ്പൊ എന്താ സൂക്ഷിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ബയ്യർ സ്പെഷ്യൽ ആണ് ഈ ആൾക്കാർ ഒഴികെ. അത് CG SG. അപ്പൊ നമ്മൾ നേരത്തെ ഈ ആളിതെ ഈ വരില്ല 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 വരില്ല, ഇവർ രണ്ടും വരും. ഓക്കെ, ഇവർ രണ്ടും വരും. ആദ്യത്തെ 3 ആൾക്കാർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാർ വരും. ഓക്കെ, നൗ ഇഫ് ദ ബയ്യർ ഡിഡക്ട്സ് TDS അണ്ടർ സെക്ഷൻ 194Q, ബയ്യർ ഇവിടെ 194Q പ്രകാരം TDS പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ TCS അണ്ടർ സെക്ഷൻ 206G1G is not applicable. TDS വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിൽ TCSന്റെ ആവശ്യം ഇല്ല. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഇനി ഒരു വളരെ വളരെ സ്പെഷ്യൽ പോയിന്റ്. ഇൻ കേസ് വണ്ടിയാണ് വിൽക്കുന്നത് ആൻഡ് 206(1)(f) ആപ്ലിക്കബിൾ ആയില്ല. 206(1)(f) നമ്മൾ കണ്ടു ഈ പറയുന്ന ആൾക്കാർക്കാണ് വിൽക്കുന്നതെങ്കിൽ, ഈ 1, 2, 3 പറയുന്ന കച്ചവടമാണെങ്കിൽ 206(1)(f) ആപ്ലിക്കബിൾ ആവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മെർസഡീസ് ബെൻസിന്റെ ഫാക്ടറി അവരുടെ ഒരു ഡീലറിന് ബെൻസ് വിറ്റാൽ 206(1)(f) ആപ്ലിക്കബിൾ ആവില്ല എന്ന് പറഞ്ഞു. പക്ഷേ 1G ആപ്ലിക്കബിൾ ആവും. 50 ലക്ഷം രൂപയുടെ മുകളിലുള്ള സെയിലാണ് നടത്തുന്നതെങ്കിൽ 1G ആപ്ലിക്കബിൾ ആവും. സോറി, 1G അല്ല, 1H ആപ്ലിക്കബിൾ ആവും. 1H ആപ്ലിക്കബിൾ പ്രൊവൈഡഡ് ദി അതർ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ വിറ്റു 206(1)(f) പ്രകാരം അതിന് TCS വരുന്നില്ല, വണ്ടിയുടെ കച്ചവടം പ്രകാരം വരുന്നില്ല. പക്ഷെ ഇതൊരു ഗുഡ്സ് അല്ലേ? മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ഗുഡ്സ് അല്ലേ? ആ ഗുഡ്സിന്റെ പേരിൽ ഈ TC 206(1)(h) വരും. നമ്മളിവിടെ കണ്ടു പൊതുവെ 1F പറയണമെന്ന് ഇവിടെ വരില്ല. പക്ഷെ 1F പെടാത്തതല്ലേ ഈ കാണുന്ന ഈ പച്ചയിൽ ഹൈലൈറ്റ് ചെയ്തത്. 1F പെടാത്തത് ഇവിടെ വരും. അതായത് ഇവിടുത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അത്രേ ഉള്ളൂ. ഇതാണ് TCSലെ സകല സെക്ഷൻസ്. കുറച്ചേ ഉള്ളൂ TDS വെച്ച് നോക്കുമ്പോ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഓൾസോ ഐ ഗിവ് യു വൺ ബോണസ്. നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ PDF ഫയൽ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ ലിങ്ക് ദാറ്റ് ഐ ഹാവ് ഗിവൺ ബിലോ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സെൻഡ് മി എ മെസ്സേജ്, TCS സർ TCS നോട്ട് ഫയൽ വേണമെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി. ഐ സെൻഡ് യു ദിസ് നോട്ട് ഫയൽ. ഓക്കെ, ഇനിയൊരു ഹൈലൈറ്റ് ഇവിടെ ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഞാൻ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്തില്ല, അതായത് ടാക്സ് അടയ്ക്കേണ്ട ആള്, ഫോർ എക്സാമ്പിൾ കളക്ടർ അല്ല, കളക്ട് വാങ്ങുന്ന ബയ്യർ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്തില്ല. ബയ്യർ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് TCS റേറ്റ് വരും? പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ നേരെ ഇരട്ടി, അല്ലെങ്കിൽ 5%. പക്ഷെ നോർക്ക 206(1)(h) അത് അവസാനം പഠിച്ച 0.1%-ന് മാക്സിമം 5 വരില്ല, മാക്സിമം 1% വരും. 1% വരുള്ളൂ. ഒന്നിനെ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി അല്ലെങ്കിൽ 5%, വിച്ച് എവർ ഇസ് ഹയർ. പക്ഷേ ഒരു കാരണവശാലും സേ എന്റെ ടൂർ പാക്കേജ് ആണല്ലോ, ടൂർ പാക്കേജ് ഒക്ടോബറിന് ശേഷം എടുത്താൽ മതി. ഒക്ടോബറിന് ശേഷം എടുത്താണെങ്കിൽ 20% അല്ലേ TCS വരണേ. ഞാൻ പാൻ കാർഡ് കൊടുത്തില്ല, അപ്പൊ 40% വരില്ലേ? അപ്പൊ 40% അല്ലെങ്കിൽ 5% വിച്ച് എവർ ഇസ് ഹയർ എന്നല്ലേ? പിന്നെ ഹയർ ഏതാ? 40%. ഈ കേസ് ഞാൻ പറയുന്നത് കണ്ടോ? ഈ 16 ലക്ഷത്തിന്റെ കേസിൽ പറഞ്ഞല്ലേ 20% വരുന്നത്, ഒക്ടോബറിന് ശേഷം വന്നതാ അല്ലെ? ഒരിക്കലും ഇപ്പൊ 20ന്റെ ഡബിൾ ആയ 40 എടുത്തു, 5 എടുത്തു, 40% ആണ് വന്നത്. പക്ഷെ ഒരിക്കലും TCS 20% മുകളിൽ പോകരുതെന്ന് പറഞ്ഞത്. 40% എടുത്തു, പക്ഷെ ഇതിനെ റെസ്ട്രിക്ട് ചെയ്ത് 20 ആക്കി, പിന്നെയും കുറയ്ക്കും. ഓക്കെ, നൗ ദിസ് ഇസ് ആപ്ലിക്കബിൾ വെൻ പാൻ ഇസ് പ്രൊവൈഡഡ് ബട്ട് ഇസ് ഇൻവാലിഡ്. പാൻ കൊടുത്തു, പക്ഷെ പാൻ ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ കൊടുത്ത പാൻ തെറ്റിപ്പോയി, എന്നാൽ ഇത് തന്നെയാ സംഭവിക്കുക. പാൻ കൊടുത്തില്ലെങ്കിൽ ഇത് വരും, കൊടുത്തതിൽ മിസ്റ്റേക്ക് ആണെങ്കിൽ ഇത് തന്നെ വരും. ഓക്കെ, ഇനി നമ്മൾ 206(a)(b) എന്ന് TDS പഠിച്ച പോലെ തന്നെ ഒരു സെക്ഷൻ, നോൺ ഫയലർ, ഇൻകം ടാക്സ് റിട്ടേൺ മര്യാദയ്ക്ക് ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്താ വരിക? ഒന്നിലേക്ക് 5% അല്ലെങ്കിൽ ട്വൈസ് ദ റേറ്റ് സ്പെസിഫൈഡ്. എന്നിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ, ഇവിടെ നമ്പറിങ് വരേണ്ട തെറ്റിപ്പോയല്ലോ. എന്താ വരാത്ത? അയ്യോ വേണ്ടിയിരുന്നില്ല, പിന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, പോട്ടെ. ആൻഡ് ഫൈനലി പറയുന്നത്, ഇനി എങ്ങാനും ഞാൻ TCS കറക്റ്റ് സമയത്ത് കളക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കറക്റ്റ് സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ 1% പ്രതിമാസം ഇൻട്രസ്റ്റ് വരും അണ്ടർ സെക്ഷൻ 267 എന്ന് തൊട്ടെന്ന് വരെ. ഞാൻ എന്നായിരുന്നോ TDS കളക്ട് ചെയ്യേണ്ടിയിരുന്നത്, 2 എന്നാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ കളക്ട് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് എന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കളക്ട് ചെയ്യേണ്ടത് എന്നായിരുന്നു, കളക്റ്റബിൾ ഡേറ്റ് എന്നായിരുന്നു, ആൻഡ് ആക്ച്വലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാ, അതുവരെ എനിക്കൊരു പെനാൾട്ടി വരും. അപ്പൊ ഞാൻ ഇന്ന് കളക്റ്റബിൾ ഡേറ്റ് ഞാൻ ഇവിടെ കളക്ട് ചെയ്തില്ല, ഞാൻ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചാൽ, ഇവിടെയാണ് ആകെ കളക്ട് ചെയ്തത്, കളക്റ്റഡ്. അപ്പൊ കളക്റ്റബിൾ ഇവിടെയാണ് കളക്ട് ചെയ്യേണ്ടിയിരുന്നത്, ഇവിടെ കളക്ട് ചെയ്തത്. അപ്പൊ പക്ഷെ എനിക്ക് TCSന് പലിശ അടയ്ക്കേണ്ടി വരുന്നത് ഇവിടുന്ന് ഇവിടം വരെ അല്ല, മറിച്ച് ഇവിടുന്ന് ഇവിടം വരെയാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള കാലത്തിന് ഓരോ മാസം അല്ലെങ്കിൽ പാർട്ടിന് 1% വെച്ച് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ TCS. യെസ്, നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് അറ്റ് ഓൾ യു ഹാവ് എനി ഡൗട്ട്, please feel free to reach out. I shall solve your doubts and queries to the best of my ability. Okay,
ആൻഡ് ഓൾസോ എൻ്റെ ബുക്കുള്ളവർ യു മൈറ്റ് ഹാവ് നോട്ടീസ് ഇതിൽ കുറച്ച് ചേഞ്ചസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ആ ചേഞ്ചസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കുക. ആൻഡ് ആസ് ഐ സെഡ് ഐ ക്യാൻ ഷെയർ യു ദിസ് PDF ഫയൽ ഇഫ് റിക്വയർഡ്. സോ റൈറ്റ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അങ്ങനെ ഇതോടുകൂടെ we have finished TCS. So if you liked this lesson, if you enjoyed my teaching, I have a humble request. Please do share, subscribe, like, or show me support in whichever way that you can. Comment your thoughts and everything. Share this video to your friends and bring in some more traffic to this small channel of mine. And yes, that's it. So tata, take care, goodbye, much love and all the best for the coming exams. This is Nishant Raghunath signing off.